ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആലു പറാത്തയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടാണ് ഈ ഒരു ആലു പറാത്ത ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 5 വലിയ മധുരക്കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ കഴുകി കഷ്ണങ്ങളാക്കി വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി നമ്മളൊരു ചട്ടിയിൽ ഒരു വലിയ സവാള അരിഞ്ഞത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഈ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടൊരു മസാല റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ചെറിയ ജീരകം കുറച്ച് ചേർത്തിട്ടുണ്ട്. ആദ്യം ജീരകം ഒന്ന് പൊട്ടിയിട്ട് സവാള ഇട്ടെടുത്താൽ മതി. ഞാൻ സവാള ഇട്ടതിന് ശേഷമാണ് ജീരകം ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഈ ഒരു സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക് എരിവ് നന്നായിട്ട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എരിവ് ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മധുരക്കിഴങ്ങ് വേവിച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിന് ചക്കരക്കിഴങ്ങ് പല ഭാഗത്തും പല പേരിലാവും അറിയപ്പെടുക. അപ്പോൾ ഇതിന് ഒരു മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ചിലർക്ക് ആ ഒരു മധുരമാവും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുക. ഇനി നമ്മൾ പൂരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ മൈദ വെള്ളം ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചിട്ട് ഒന്ന് പ്രസ്സിലിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. ഇനി അതിൽ നമ്മൾ ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ ആ ഒരു മസാല നന്നായിട്ടൊന്ന് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി വേറെ ഇതുപോലെ ഒരു ചപ്പാത്തി പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ആ ഒരു മസാല പുറത്ത് പോകാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ദോശക്കല്ലിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ട് ഇത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമ്മൾ ഒരു പാന് ചൂടാക്കിയിട്ട് അതിൽ കുറച്ചൊന്ന് ഓയിലാക്കിയതിന് ശേഷം നമ്മളിതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഓയിൽ അതാക്കിയിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നെയ്യൊക്കെ നന്നായിട്ടൊന്ന് തടവിയിട്ട് 2 ഭാഗം നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. നെയ്യ് ചേർത്തിട്ട് ചുട്ടെടുക്കുമ്പോഴാണ് കഴിക്കാൻ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ശരിക്കും നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ 2 ഭാഗം നല്ല പോലെ ആയതിനു ശേഷം നമുക്ക് പാനിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.